2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഒരുങ്ങുകയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി. അങ്ങനെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഒരുങ്ങുന്നതിന്റെ മുന്നോടിയായാണ് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ കലുങ്ക് സംവാദം നടന്നത്. കലുങ്ക് സംവാദം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് ബി.ജെ.പിയെ ഉണർത്തുന്ന അല്ലെങ്കിൽ ജനങ്ങളെ ആകർഷിക്കുന്ന സംവാദമായി മാറണമെന്ന് ബി.ജെ.പി ആഗ്രഹിച്ചു. സുരേഷ് ഗോപിയെ തന്നെ അത് ഏൽപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ കലുങ്ക് സംവാദം പൊളിഞ്ഞ് പാളീസായിരിക്കുന്നു. പ്രധാനമായും സുരേഷ് ഗോപിയുടെ മണ്ടത്തരങ്ങൾ. ആ മണ്ടത്തരങ്ങൾ കാരണം കലുങ്ക് സംവാദത്തിൽ പങ്കെടുത്ത പലരും കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നു. 2 ദിവസം മുമ്പ് കലുങ്ക് സംവാദത്തിൽ പങ്കെടുത്ത കറകളഞ്ഞ ബി.ജെ.പി കുടുംബം ഒന്നടങ്കം കോൺഗ്രസിലേക്ക് പോകുന്ന കാഴ്ച കണ്ടു. കലുങ്ക് സംവാദം എന്ന് പറഞ്ഞ് ഞഞ്ഞാമിഞ്ഞ പറയുകയാണ് സുരേഷ് ഗോപി. ജനങ്ങളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നില്ല. ആരെങ്കിലും ഒരു അപേക്ഷ അയച്ചെന്നാൽ അത് എം.എൽ.എക്ക് കൊടുക്ക്, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് കൊടുക്ക് എന്നൊക്കെയാണ് സുരേഷ് ഗോപി പറയുന്നത്. കലുങ്ക് സംവാദം എന്നതുകൊണ്ട് ബി.ജെ.പി ഉദ്ദേശമിട്ടത് അടിത്തട്ടിലേക്കുള്ള വളർച്ചയാണ്. തൃശ്ശൂരിൽ എങ്ങനെയെങ്കിലും നല്ലൊരു വിജയം നേടുക, അതായിരുന്നു കലുങ്ക് സംവാദത്തിൻ്റെ അർത്ഥം. പക്ഷേ കലുങ്ക് സംവാദം കഴിയുമ്പോൾ ബി.ജെ.പി തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. കലുങ്ക് സംവാദത്തിൽ പങ്കെടുത്ത ഉറച്ച ബി.ജെ.പിക്കാർ കോൺഗ്രസിലേക്ക് പോകുന്ന കാഴ്ച. മാത്രമല്ല, കലുങ്ക് സംവാദത്തിൽ സുരേഷ് ഗോപിയെ തേടി എത്തുന്ന അപേക്ഷകൾ അത് സുരേഷ് ഗോപി സ്വീകരിക്കാതിരിക്കുന്ന അവസ്ഥ. ചുരുക്കത്തിൽ സുരേഷ് ഗോപിയെ കൊണ്ട് രാഷ്ട്രീയം പറ്റില്ല. സുരേഷ് ഗോപി ഇപ്പോഴും ഭരചന്ദ്രൻ IPS ആയി നിൽക്കുകയാണ്. ആ ഹാങ് ഓവറിൽ നിന്ന് മുക്തനായിട്ടില്ല സുരേഷ് ഗോപി. സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു വിട്ടതിൽ തൃശ്ശൂർക്കാർ ഇപ്പോൾ ലജ്ജിച്ച് തലതാഴ്ത്തുന്ന അവസ്ഥയാണ് കാണുന്നത്. പത്രപ്രവർത്തകരെ കണ്ടുകൂടാ, ആരെങ്കിലും അപേക്ഷയുമായി വന്നാൽ അവരെ കണ്ടുകൂടാ, അവരെ വിരട്ടിവിടുക, ഇതൊക്കെയാണ് സുരേഷ് ഗോപി ചെയ്യുന്നത്. കലുങ്ക് സംവാദം എന്നതുകൊണ്ട് ബി.ജെ.പി അർത്ഥമാക്കിയത് ജനങ്ങളുമായി ഇടപഴകുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരം കാണുകയുമാണ്. എന്നാൽ ജനങ്ങളെ അപേക്ഷയുമായി വരുന്ന ജനങ്ങളെ തുരത്തി ഓടിക്കുകയാണ് സുരേഷ് ഗോപി കലുങ്ക് സംവാദത്തിൽ. ചുരുക്കത്തിൽ കലുങ്ക് സംവാദം ഒരു ഷോയായി, സുരേഷ് ഗോപിയുടെ ഒരു മെഗാ ഷോയായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കലുങ്ക് സംവാദത്തിൽ പങ്കെടുത്തവർ കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നത്. ബി.ജെ.പി വിഭാവനം ചെയ്ത, രാജീവ് ചന്ദ്രശേഖർ വിഭാവനം ചെയ്ത കലുങ്ക് സംവാദം അത് വലിയൊരു അർത്ഥതലങ്ങളുള്ള സംവാദം തന്നെയായിരുന്നു. സാധാരണക്കാർക്കിടയിൽ ബി.ജെ.പി ഇറങ്ങിച്ചെല്ലുക, ബി.ജെ.പിയോട് അകന്നു നിൽക്കുന്ന സാധാരണക്കാരെ, ജനങ്ങളെ ബി.ജെ.പിയിലേക്ക് അടുപ്പിക്കുക, അതൊക്കെയായിരുന്നു കലുങ്ക് സംവാദത്തിൻ്റെ ലക്ഷ്യം. പക്ഷേ ആ ലക്ഷ്യം സുരേഷ് ഗോപി തെറ്റിച്ചു. ആ ലക്ഷ്യം പാളിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും കലുങ്ക് സംവാദം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായ തിരിച്ചടിയായി മാറി. അതിനിടയിൽ കേന്ദ്രമന്ത്രി സ്ഥാനം സുരേഷ് ഗോപിക്ക് വലിയൊരു പാരയായി മാറിയിരിക്കുന്നു. സുരേഷ് ഗോപി തന്നെ പറഞ്ഞു, കേന്ദ്രമന്ത്രി എന്ന നിലയിൽ കിട്ടുന്ന പണം കൊണ്ട് തനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, തനിക്ക് ഒരുപാട് ബാധ്യതയുണ്ട്, അതുകൊണ്ട് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം താൻ രാജിവെക്കാൻ തയ്യാറാണ്. തനിക്ക് പകരം കണ്ണൂരിൽ നിന്നുള്ള രാഷ്ട്രീയ സംഘടനത്തിൽ ഇരുകാലുകളും നഷ്ടപ്പെട്ട സദാനന്ദൻ മാസ്റ്ററെ മന്ത്രിയായി നിയമിക്കണം. സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയം മടുത്തു. സുരേഷ് ഗോപിക്ക് മനസ്സിലായി ഇത് തനിക്ക് പറ്റിയ പണിയല്ല എന്ന്. പിന്നെ എന്തിനാണ് പോയി നിന്നത് എന്നുള്ള ചോദ്യം ബാക്കി. കലുങ്ക് സംവാദത്തിൽ പങ്കെടുത്തവരെല്ലാം നിരാശയോടെയാണ് മടങ്ങുന്നത്. കാരണം അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുന്നില്ല. അവരുടെ പരിദേവനങ്ങൾ സുരേഷ് ഗോപി കേൾക്കുന്നില്ല. സുരേഷ് ഗോപി ഭരചന്ദ്രൻ IPS സ്റ്റൈലിലിരുന്ന് കലുങ്ക് സംവാദം നടത്തുന്നു. ആ സംവാദം അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ബി.ജെ.പി മനസ്സിലാക്കുന്നു. സുരേഷ് ഗോപി ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഇപ്പോൾ മടിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികളും രാഷ്ട്രീയത്തിൻ്റെ തിരിച്ചടികളും ഒക്കെ മനസ്സിലാക്കിയിരിക്കുന്നു. സുരേഷ് ഗോപി ഇപ്പോൾ എവിടെ തൊട്ടാലും വിവാദമാണ്. കലുങ്ക് സംവാദത്തിൽ പങ്കെടുക്കുന്നവർ ഒരു അപേക്ഷയുമായി ചെന്നാൽ ആ അപേക്ഷ സ്വീകരിക്കാതെ സുരേഷ് ഗോപി മാസ് ഡയലോഗുകൾ അടിക്കും. നിങ്ങളുടെ MLA കാണൂ, നിങ്ങളുടെ മന്ത്രിയെ കാണൂ എന്നൊക്കെയാണ് സുരേഷ് ഗോപിയുടെ ഡയലോഗ്. അപ്പോൾ പിന്നെ MP ആയി ഇയാൾ എന്തിനായിരിക്കുന്നത്, കേന്ദ്ര സഹമന്ത്രിയായി ഇയാൾ എന്തിനായിരിക്കുന്നത് എന്ന ചോദ്യം സ്വാഭാവികം. ആ ചോദ്യം ചോദിച്ചവരാണ് 2 ദിവസം മുമ്പ് കലുങ്ക് സംവാദത്തിൽ പങ്കെടുത്ത ശേഷം നേരെ പോയി കോൺഗ്രസിൽ ചേർന്നത്. കോൺഗ്രസിൽ ചേർന്ന അവർ കറകളഞ്ഞ ബി.ജെ.പി പ്രവർത്തകരാണ് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത്. ഇനി എത്ര പേർ കോൺഗ്രസിൽ ചേരുമെന്ന് കാത്തിരുന്ന് കാണാം, അല്ലെങ്കിൽ CPM ചേരുമെന്ന് കാത്തിരുന്ന് കാണാം. ചുരുക്കത്തിൽ കോൺഗ്രസും CPM ഭയപ്പെട്ടതുപോലെ കലുങ്ക് സംവാദം ഒരു ട്രെൻഡ് സെറ്ററായി മാറിയില്ല.
സുരേഷ് ഗോപിയുടെ പൊളിഞ്ഞടങ്ങിയ പൊളിഞ്ഞു പാളീസായ ഒരു നാടകം, ഒരു സിനിമ പോലെയായി കലുങ്ക് സംവാദം.